ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് സ്പിരിച്വൽ വൈഫ് എന്നുള്ളതാണ്. ഇതൊരു ഡിബേറ്റബിളായിട്ടുള്ളൊരു കാര്യമാണ്. മറൈൻ സ്പിരിറ്റിനെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഈ വിഷയം പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇത് ഒരു മറൈൻ സ്പിരിറ്റ് തന്നെയാണ്. അതിൻ്റെ വേറൊരു ഫോമിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അത് പലയിടത്തും നമ്മൾ റീഡിങ്ങുകളിൽ ഇത് വന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മറൈൻ കിങ്ഡം. അത് പ്രത്യേകം ഓർക്കുക. രണ്ട്, ദിസ് ഈസ് പ്രധാനമായിട്ടും ഇത് വരുന്ന ജനറേഷണൽ കേഴ്സ്, മാസ്റ്റർബേഷൻ, പ്രോണോഗ്രഫി, ഫോർണിക്കേഷൻ, അഡൽട്ടറി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പിരിറ്റാണ്. അത് സെക്ച്വൽ ഡ്രീംസിനെ കുറിച്ച് പറയുമ്പോഴും വീണ്ടും ഇത് പറയേണ്ടി വരും. എന്നാൽ ഇതിനെക്കുറിച്ച് ഇപ്പം കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ ഇത് വരുന്നത് ശരിക്കും ഒരു മിഡീവൽ ഡെമണോളജി എന്ന് പറയുന്ന മിഡീവൻ യൂറോപ്പിയനിലെ ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് 1500-കളിൽ ഇതിനെക്കുറിച്ച് പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഉള്ള ഒരു പുസ്തകം 1486 മല്ലസ് മലിഫക്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഹാമർ ഓഫ് വിച്ചസ് എന്ന് പറയുന്നത് ഡെമൺസ് നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ സ്പേംസ്, ഓവം, ഇതിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഇത് കുറച്ചും കൂടി ഒരു പ്യൂരിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ പറയുന്ന സ്പെസിഫിക്കായിട്ട് പറയുന്ന ഒരു ഫീമെയിൽ ഡെമൺ ഉണ്ട്. ഫീമെയിൽ ഡെമണിൻ്റെ പേര് സക്കുബസ് എന്നാണ്. സുക്കുബസ് ഫീമെയിൽ ഡെമൺ. അതുപോലെ ഒരു മെയിൽ ഡെമൺ ഉണ്ട്, ഇൻകുബസ്. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ നൊക്ടേണൽ എമിഷൻസ്. ഈ മാസ്റ്റർബേഷനും അല്ലെങ്കിൽ നൊക്ടേണൽ എമിഷൻസിന് പ്രധാന റീസണായിരിക്കുന്ന ഈ രണ്ട് ഡിമൺസ്, സുക്കുബസ് ആൻഡ് ഇൻകുബസ് എന്ന് പറഞ്ഞ രണ്ട് ഡീമൺസ് ആണ് എന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, ആ സമയങ്ങളിൽ പ്യൂരിറ്റി ലാസ് കൊണ്ടുവന്നിട്ട് അസറ്റിക്കായിട്ടുള്ള ട്രേഡ്സ് ഡെവലപ്പ് ചെയ്ത് വിശ്വാസത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് എത്ര സത്യമുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഹസ്ബൻഡും വൈഫും അങ്ങനെ ഒരു ജെസിബേൽ സ്പിരിറ്റ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ഇതിനകത്ത് സ്പിരിച്വൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ഡെമൺ, എൻ്റെ ഡെമണിൻ്റെ പേരാണ്. സ്പിരിച്വൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഡെമണിൻ്റെ പേര് ഇൻകുബസ് എന്നും, സ്പിരിച്വൽ വൈഫ് എന്ന് പറയുന്ന ഡെമണിൻ്റെ പേര് സുക്കുബസ് എന്നുമാണ്. ഇത്രയും മാത്രം ഓർത്തിരുന്നതാണ്. ഓക്കെ, അതൊരു സ്പിരിച്വൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒന്നുമല്ല. വി ആർ റെസ്ലിംഗ്, നോട്ട് ഫൈറ്റിംഗ് ആൻഡ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതായത് ഇത് പ്രധാനമായിട്ടും ഇത് വിവാഹത്തെ തകർക്കുന്ന സാത്താൻ്റെ ഒരു പ്രവർത്തനമാണ്. മാരേജ് തകർക്കുന്നത്, ദൈവം യോജിപ്പിച്ച വിവാഹത്തെ തകർക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇത്, സാത്താനിക ഈ ഒരു സ്പിരിറ്റ്. അത് ഓർക്കുക. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാരേജിൽ സ്വസ്ഥതയില്ല. ആ ഫാമിലി ട്രീയിൽ അതിൻ്റെ റീസൺസ് ഒരുപാടുണ്ടാവും. ഒരു ജനറേഷണൽ കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ട്രീയിൽ വരുന്ന ശാപങ്ങളായിരിക്കാം, തുടർച്ചയായിട്ടുള്ള കലഹങ്ങൾ, അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ്, ഇതെല്ലാം തന്നെ ഓപ്പറേഷൻ ത്രൂ ജനറേഷണൽ കേഴ്സ്, അതിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. സ്പിരിച്വൽ ഹസ്ബൻഡ് സ്ത്രീയിൽ ഓപ്പറേറ്റ് ചെയ്യും, സ്പിരിച്വൽ വൈഫ് പുരുഷനിൽ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് അറിയാമല്ലോ. ആത്മീയ ലോകത്തിൽ ഈ ദുരാത്മാവാണ്. ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ്, ഫിസിക്കൽ വേൾഡിൽ ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ സ്പിരിച്വൽ വേൾഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡും ഉണ്ട്. ഇതാണ് പ്രത്യേകിച്ച്. ഇതിനകത്ത് വേറെ ഡെഫിനിഷൻ ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ ഞാനൊരു ഹസ്ബൻഡാണ്, എനിക്കൊരു സ്പിരിച്വൽ വൈഫ്, ദാറ്റ് ഈസ് ദ ഡെമൺ. എൻ്റെ ഭാര്യയ്ക്ക്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഹസ്ബൻഡാണ്, എന്നാൽ അവൾക്ക് ഒരു സ്പിരിച്വൽ ഹസ്ബൻഡ്. ഇതാണ് ഇതിൽ ഓപ്പറേഷൻ നടക്കുന്ന വിധം. അതിനെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വിധങ്ങൾ നോക്കിയാൽ ഇത് കൂടുതലും ഇവിടെ നടക്കുന്നത് വെച്ചാൽ വഴക്കാണ്, കലഹപ്രിയരാണ്, ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരാതെ വരുമ്പം വലിയ നിരാശ വരും, അന്യോന്യ കലഹം ഉണ്ടാവും, അത് മാരേജിനെ തകർക്കും. ഇതിൽ കൂടി സെക്ച്വൽ ഡ്രീംസ് കടന്നു വരും.
ഈ സെക്ച്വൽ ഡ്രീംസ് കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ കൂടി അവരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ വരും. വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ വൈഫിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും പുരുഷന്. അതുപോലെ ഭാര്യമാരോടുള്ള താല്പര്യം കുറയും. കാരണം അവർ ഫർദറായിട്ട് എന്ത് ചെയ്യും, പ്രോണോഗ്രഫി അഡിക്ഷൻ, അതുപോലെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരിക്കാം, എന്നാൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയായിരിക്കാം. എന്നാൽ എന്നെ കളഞ്ഞിട്ട് വേറൊരു സ്ത്രീയുടെ അരികിലേക്ക് പോയി, ഇത്രയും നാളും ഞാൻ പവിത്രമായി വെച്ചിരുന്ന എൻ്റെ മാര്യേജ് ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വലിയൊരു പ്രയാസം കയറുകയാണ്. അൺഫോർഗീവ്നെസ് ഇതങ്ങ് വന്ന് മനസ്സിൽ കയറിയിട്ട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നെവർ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലൊരു അൺഫോർഗീവ്നെസ് വരിക. അവിടാണ് ഇത് കയറി ഈ മറൈൻ സ്പിരിറ്റ് കയറി കളിക്കുന്നത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തവൻ പിന്നെ ഒരിക്കലും അവരോട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഡൈവേഴ്സായി മാറും. ഒരു പക്ഷേ ജീവിച്ചെന്ന് പറഞ്ഞാൽ പോലും മിണ്ടത്തില്ല, വേറൊരു കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യത്തില്ല. ഇതാണ് സ്പിരിച്വൽ ഹസ്ബൻഡ്. ഇത് തിരിച്ചും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇതിൻ്റെ സിംറ്റംസ് എന്നൊക്കെ പറയുന്നത്, പ്രധാനമായിട്ടുള്ള സിംറ്റംസ് ഹാവിങ് സെക്സ് ഇൻ ഡ്രീംസ്, അതുപോലെ റിലേഷൻഷിപ്പ് നത്തിങ് മേക്സ് സെൻസ്, ഇൻസ്റ്റബിലിറ്റി ഇൻ റിലേഷൻഷിപ്പ് നത്തിങ് മേക്സ് സെൻസ്. നേരത്തെ പറഞ്ഞു ഹാവിങ് സെക്സ് ഇൻ ഡ്രീംസ് ആൻഡ് ഹാവ് ഡിസ്ചാർജ്. ഈ ഡ്രീംസിൽ തന്നെ സെക്സ് ഉണ്ടായിട്ട് ഡിസ്ചാർജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് വിത്ത് സംബഡി, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരാവാം, അല്ലാത്തവരും ആകാം. സ്ലീപ്പിംഗ് വിത്ത് സംബഡി, പിന്നെ നിങ്ങൾക്ക് അവരെ പോയിട്ട് അവരുമായിട്ട് സെക്സിനുള്ള താല്പര്യം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യും ഫിസിക്കലി. ഇതാണ് സ്പിരിച്വൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വൈഫ് എന്ന് പറയുന്ന ഒരു സുക്കുബസ് ഇൻകുബസ് എന്നൊക്കെ പറയുന്ന ഒരു സ്പിരിറ്റ്. മാരീഡ് ലൈഫിനകത്ത് ഇൻസ്റ്റബിലിറ്റി വരുന്നു. അൺപ്രൊവോക്ഡ് ആങ്കർ, ഒരിക്കലും ഇല്ലാത്ത പോലെ ആങ്കർ ഫൈറ്റും വരുന്നു. ജീവിതത്തിലെല്ലാം തന്നെ ഒരു പ്രോഗ്രസ്സും ഇല്ല, അതെല്ലാം താഴോട്ട് പോവുകയാണ്. ജീവിതത്തിലെല്ലാം എവരിതിങ് ഗോയിങ് ഡൗൺ. ഇതൊരു ജലസ് ഡെമണാണ്. അതുകൊണ്ട് എന്താണ്, നിങ്ങളുടെ വൂമ്പ് ചിലപ്പോൾ അടഞ്ഞു പോകും. ലോക്കിംഗ് അപ്പ്, നിങ്ങളുടെ ഗർഭപാത്രം അടഞ്ഞു പോകും. എന്ന് വെച്ചാൽ ബാരൻനെസ് വരും. ഇത് ജനറേഷണലായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ പേരൻസ് ആയിട്ടുള്ള ചില ദുർനടപ്പുകളോ ദുഷിച്ച കാര്യങ്ങളോ ഉണ്ടായിട്ട് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുന്ന ബാരൻനെസ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ മറന്നു പോകരുത്. അതെല്ലാം ദൈവം മാറ്റിത്തരും. എവറിത്തിങ് ഗോഡ് വിൽ വർക്ക്. പിന്നെ സെക്ച്വൽ ഫീലിങ്സ് ഇല്ലാതെ വരിക. യു വിൽ ഫീൽ നത്തിങ് വിത്ത് ദ പാർട്ട്ണർ. ഒരു മരവിപ്പ് എന്ന് വെച്ചാൽ ജീവിതം അങ്ങ് മടുത്തതുപോലെ. ഭാര്യ അടുത്തോട്ട് വരുമ്പം വരണ്ട, അല്ലെങ്കിൽ എന്തോ പറയുന്നത്, പുരുഷൻ പറയും എന്തോ നിന്നെ നാറുന്നെന്നോ അല്ലെങ്കിൽ വല്ലാത്ത എന്തോ പറഞ്ഞിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, അവരുടെ സെക്സ് എന്ന് പറയുന്ന അവരുടെ ലൈഫിലെ ഓക്സിജൻ പോലെയാണ്. ദേ വോണ്ട് ഓൾവേസ് സെക്സ്. എന്നാൽ അവരുടെ കാര്യങ്ങൾ പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത പോലെ നടക്കാതെ വരുമ്പോൾ ദേ വിൽ ഗോ ഫോർ മാസ്റ്റർബേഷൻ ആൻഡ് പ്രോണോഗ്രഫി ആൻഡ് മേക്ക് ദംസെൽഫ് സാറ്റിസ്ഫൈഡ്. അവരുടെ ജീവിതത്തിൽ അവർ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് പോകും. പിന്നെ അതിനോടൊരു വിരക്തി വരും. ചില ആളുകൾ ചെറുപ്പത്തിലെ പോലും ഈ പ്രോണോഗ്രഫിയിൽ അഡിക്ഷൻ ആയി കഴിഞ്ഞിട്ട് വിവാഹ ജീവിതം ഫെയിലായി പോകുന്നവരുണ്ട്. കാരണം അതിൽ കാണുന്ന ആക്റ്റൊക്കെ അതുപോലെ ഭവനത്തിൽ ചെയ്യണമെന്ന്. കാരണം അതൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കി നമ്മളെ കളിപ്പിക്കാൻ വെച്ചിരിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകത്തുമില്ല. അങ്ങനെ അത് കയറത്തുമില്ല. പിശാച് അങ്ങനെ അതങ്ങ് അടച്ചു വെച്ചിരിക്കുക. ഒരിക്കലും അത് ഉണ്ടാവാൻ പോലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇത് കാണുന്നതും ഈ മൂപ്പിച്ച് പെരുപ്പിച്ച് കാണിക്കുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് ഈ ബോഷന്മാർ അത് കണ്ടങ്ങ് എൻജോയ് ചെയ്തിട്ട് വീണ്ടും അത് പ്രാക്ടിക്കലാക്കാനായിട്ട്, ഭവനത്തിൽ പ്രാക്ടിക്കലാക്കാനായിട്ട് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ അങ്ങ് പ്രഷറൈസ് ചെയ്യുക.
എന്നാൽ ആ പ്രഷറൈസ് ചെയ്യുന്നതോറും അതിനകത്ത് ഫെയിലിയർ വന്നിട്ട് മാരീഡ് ലൈഫ് ഈസ് എ ഫെയിലിയർ. നിന്നെ കെട്ടണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ വേണ്ടായിരുന്നു, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈഫ് അങ്ങ് ഒരു മൊണോട്ടണസ് ആക്കി അവൻക്കറിയാൻ കളിക്കുകയാണ്. പിന്നെ അടുത്ത എന്താ ചെയ്യുന്നത്? ഡ്രീമിങ്. ഇരുന്ന് ഡ്രീം ചെയ്യും. 7ാമത്തെ കാര്യം അത് ഡ്രീമിങ്. മാരിങ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. എനിക്ക് ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേറൊരു സ്ത്രീയെ ഡ്രീം ചെയ്യും. എന്ന് വെച്ചാൽ ഡ്രീം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറൊരുത്തൻ്റെ ഭാര്യയായിരിക്കും ഡ്രീം ചെയ്യുന്നത്. സോ യു ബിലോങ് ടു സംബഡി ഇൻ സ്പിരിറ്റ്, ഷീ ബിലോങ് ടു സംബഡി ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ അവൾ വേറൊരാളിന് ഉള്ളതാണ്. അവിടെ അങ്ങനെ ആയിത്തീരുന്ന കാര്യം. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഡിസൊബീഡിയൻ നേച്ചറാകും. ദർ വോണ്ട് ബി എനി സബ്മിഷൻ ഇല്ലാതെ അവർ ഡിസൊബീഡിയൻ നേച്ചറാകും. കണ്ടിന്യൂസ് അക്യൂസിഷൻ. ഭർത്താവിനെ എപ്പോഴും അവനെ അങ്ങ് അക്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കഴിവില്ലാത്തവനാ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ ദോഷങ്ങളൊക്കെ പറയും. അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഭർത്താവിനെ തകർക്കുക, അവരിൽ കൂടി ഭർത്താവിനെ തകർക്കുക, ഭർത്താവിൻ്റെ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്ത് അത് ആക്കുക. അതുപോലെ ഭാര്യ അങ്ങ് ഡോമിനേറ്റ് ചെയ്യുക. അത് ഇങ്ങനെയുള്ള ഒരു കാര്യം. അതുപോലെ തിരിച്ച് ഭർത്താക്കന്മാർ അതിനെതിരായിട്ട് ചെയ്യും. സ്പിരിച്വൽ ഹസ്ബൻഡ്, സ്പിരിച്വൽ വൈഫ് പുരുഷൻ്റെ ലൈംഗിക ശേഷി സപ്രസ് ചെയ്യും. സ്വന്തം ഭർത്താവുമായി ലൈംഗിക സുഖം കിട്ടാതെ അടുത്ത വ്യക്തികളെ അന്വേഷിച്ച് പോകും. ഇത് ശരീരത്തിനകത്ത് കയറി ആണ് ഒരുപാട് പ്രവർത്തിക്കുന്നത്. ആദ്യം പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മളങ്ങ് വിട്ടുകൊടുത്ത് കഴിയുമ്പോഴേ അത് ശരീരത്തിനകത്ത് കയറി പ്രവർത്തിക്കും. അങ്ങനെ ശരീരത്തിനകത്ത് കയറി പ്രവർത്തിക്കുമ്പോഴാണ് ഈ സഹോദരിമാർ പറയുന്നത്, എനിക്ക് സെക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഈ സ്പിരിറ്റ് ലൈംഗിക ബന്ധം സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേറൊരാളിനെ കണ്ടുപിടിക്കാനായിട്ട് പോകും. സ്വന്തം ഭർത്താവുമായി ലൈംഗിക ബന്ധം എഴുതി വരുമ്പോൾ അടുത്തൊരാളിനെ കാണും. അടുത്ത ആളിൻ്റെ അരികെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവിടെയും കിട്ടത്തില്ല ആ എക്സ്പെക്റ്റ് ചെയ്ത്. അങ്ങനെ ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇങ്ങനെ പിന്നെയും പലരുടെ തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. പുരുഷനും സ്ത്രീയും അതുപോലെ തന്നെ വരും. അതിലെന്താ? ലൂസ് ഹിസ് അഫക്ഷനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ലൈംഗിക ബന്ധമൊക്കെ അവരായിട്ട് അവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും. അവരുടെ ചിന്തകൾ, ഇമോഷൻസിലൊക്കെ നമ്മൾ കൂടിയിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതെല്ലാം ഡൈവേർട്ട് ചെയ്യും. അത് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ സമയം, ഇപ്പം ഭാര്യ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഭർത്താവ് പോയി അപ്പുറത്ത് പോയി ബ്രൗസ് ചെയ്തുകൊണ്ടേയിരിക്കും. അൺക്ലീൻനെസ്, സിവിയർ ആങ്കർ, മാരേജ് ബ്ലോക്ക്, കുടുംബകലഹം, കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുക, എല്ലാ രീതിയിലും ഡെവിൾസ് ക്യാൻ അറ്റാക്ക് ഫ്രം വാട്ടർ, എർത്ത് ആൻഡ് സ്കൈ. ഇതിൽ നിന്നെല്ലാം അറ്റാക്ക് ചെയ്യാം. അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്? ഞാൻ ചുരുക്കമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു സെക്ടർ ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക. ശരിക്കും ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ 4-5 മെത്തേഡ്സ് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. മറൈൻ സ്പിരിറ്റിനെ നമ്മൾ ഡെലിവറൻസ് എടുക്കുക. ഇതിനകത്തുള്ള പല കേസുകളിലും ഒരു കൗൺസിലറുടെ ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിൻ്റെ ആവശ്യം ഉണ്ടാവും. റോമർ 16:20 സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. വേഗത്തിൽ നമ്മുടെ കാൽ കീഴെ മെതിച്ചു കളയും. ഡെവിളിനെ ദൈവം നമ്മുടെ കാൽ കീഴെ മെതിച്ചു കളയാനായിട്ട് ദൈവത്തിന് പറ്റും. എന്നാൽ ചില സമയങ്ങളിൽ ഇതിന് രണ്ടുപേരും കൂടി ചേർന്ന് ആദ്യം തന്നെ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ഒരു ചിന്ത തന്നെ ഉണ്ടാവണം. അതാദ്യം വേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഉണ്ടായി, ഇങ്ങനൊരു സ്പിരിറ്റിൻ്റെ ഒരു അറ്റാക്ക് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഒന്നീ തലമുറകളായിട്ട് വന്നിട്ടുള്ളതാവും, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് വന്നിട്ടുള്ളതാവും, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് ഓവർ മേ ബി ഇങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ദുഷിച്ച സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ വേറൊരാളുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയെ വേറൊരാളുമായിട്ടോ ഒക്കെ സങ്കല്പിക്കാനായിട്ട് ഇടവരുന്നു. ഒരു അൺക്ലീൻനെസ് ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് ആദ്യം റിയലൈസ് ചെയ്യുക. ആ റിയലൈസ് ചെയ്ത് തന്നെ നിങ്ങളുടെ പകുതി നിങ്ങൾക്ക് ഡെലിവറൻസ് ആയി. അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള 4-5 സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന്. ഇതും നടന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് എ കൗൺസിലർ, ക്രിസ്ത്യൻ കൗൺസിലർ.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അരികെ പോയി രണ്ടുപേരുടെ പ്രാർത്ഥനയിലിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഒറ്റയ്ക്ക് പോയാലും അതിനകത്ത് പ്രയാസമുണ്ടാകും. കാര്യം വെച്ചാൽ എപ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ വേറൊരു പാർട്ട്ണറെ കുറ്റം കണ്ടുപിടിക്കുകയും അവനെ അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാണ്. രണ്ടുപേർക്കും കുറ്റമുണ്ട്, രണ്ടുപേർക്കും പ്രോബ്ലം ഉണ്ട്. അതവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ പിശാച് എപ്പോഴും അടിക്കാൻ വേണ്ടി നോക്കുകയല്ലേ, ഇവരെ തമ്മിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതായത് രണ്ടുപേർക്കും പ്രോബ്ലം ഉണ്ട് എന്ന് ആദ്യം റിയലൈസ് ചെയ്തിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലെ തകർക്കാനായിട്ട് പിശാച് നോക്കുകയാണ്. കാരണം രണ്ടുപേര് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന് പ്രാർത്ഥനയുടെ ഉത്തരം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് തകർക്കാൻ എപ്പോഴും പിശാച് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങനെ ഉള്ള വിഷയങ്ങളിൽ നമ്മളിത് ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യണം. അതങ്ങ് ഒരു ഒരുമിച്ച് വസിക്കുന്ന പോലും മാറി വേറെ വീടുകളിലും വേറെ റൂമുകളിലായി, പിന്നെ വേറെ വീടുകളിലായി, കലഹങ്ങളായി, സെപ്പറേഷനായി, അവസാനം ഡൈവേഴ്സിലേക്ക് ചെല്ലുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അതിനകത്തെ റൂട്ട് കോസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. സിമ്പിളായിട്ടുള്ള നിസ്സാര കാര്യങ്ങളായിരിക്കാം അത് പിശാച് കൊണ്ടുവന്ന് അതിൽ കളിച്ച് സ്പിരിച്വൽ ഈ മറൈൻ സ്പിരിറ്റ് വന്നിട്ട് നശിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഇത് ഇങ്ങനെ ഒരു പ്രയാസത്തിൽ കൂടി കിടക്കുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കോ ഡിഫറൻറ്റോ ആയിരുന്നാലും അവിടെ ഇരുന്ന് നിങ്ങൾ ആ ഡിവൈസിലേക്ക് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഈ നാളിൽ, ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെയായിരിക്കും പ്രാർത്ഥിക്കാൻ അയച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഈ പ്രാർത്ഥന ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. ചെറിയൊരു മാറ്റം അവിടെ ആരംഭിക്കും. ആ മാറ്റത്തിൻ്റെ കൾമിനേഷനിൽ ഞാൻ നിങ്ങളോട് കൂടെ കാണും, പ്രാർത്ഥനകൾ കാണുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ അതിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഫാസ്റ്റിങ്ങിൽ വെച്ച് പ്രാർത്ഥിക്കും. ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകാൻ, ഒരു കുടുംബജീവിതവും ബ്രേക്കായി പോകാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സ്പിരിച്വൽ ഹസ്ബൻഡ്, സ്പിരിച്വൽ വൈഫ്, സ്കുബസ് ആൻഡ് ഇൻകുബസ്, ഇവരുടെ ആക്ടിവിറ്റി ഈ ദിവസങ്ങളിൽ ഇല്ലാതെയാകുവാൻ ശക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ദൃഢതയോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷാനുഭവം അത് ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കാം. ഈ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് സ്പിരിച്വൽ വൈഫ് എന്നുള്ള ഈ മറൈൻ സ്പിരിറ്റ് ഈ ദിവസങ്ങൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നാവുന്നു എന്നറിയുന്നു. പല രീതിയിലുള്ള കർത്താവെ പാഷൻസ്, ലെസ്റ്റ് കൊണ്ടുവന്ന് കർത്താവ് കുടുംബത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ കർത്താവെ. അവസാനം അതെല്ലാം നഷ്ടപ്പെടുത്തി ആ ജീവിതത്തെ തന്നെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുന്ന ജീവിതങ്ങളെ കർത്താവ് പൈശാചിക അറ്റാക്കുകളെ കാണും. ഞങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഇതേ അനുഭവത്തിൽ പോകുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഡിക്ലെയർ എ വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിക്ടറി ഡിക്ലെയർ ചെയ്യാണ്. ഈ പൈശാചി ശക്തികളെ, മറൈൻ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ബൽസിച്ച് ഞങ്ങളെ പുറത്താക്കുന്നു. യെസ്, ഞങ്ങൾക്കറിയാം അതിൻ്റെ റൂട്ടുകളൊക്കെ അവിടെ ഉണ്ട്. അതിങ്ങനെ പാമ്പ് പോലെ പടർന്നിരിക്കുകയാണ്, അത് മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അത് ഇറങ്ങിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് 100% അത് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും. അത് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിവെന്ന് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് വി ആർ അനൗൺസിങ് എ ഗ്രേറ്റ് വിക്ടറി ഇൻ യുവർ നെയിം. നിൻ്റെ നാമത്തിൽ വലിയൊരു വിക്ടറി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്. എല്ലാ അൺഫോർഗീവ്നെസ്സും മാറിപ്പോട്ടെ. സാക്രിഫൈസ് ചെയ്യേണ്ട അടുത്തെല്ലാം സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ. സ്പിരിച്വൽ ആൾട്ടർ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ. പഴയതെല്ലാം മാറി പുതിയതാകുന്നു, എല്ലാം ഇടിച്ചു കളഞ്ഞു. യേശുവിൻ്റെ രക്തം ജീവിതത്തിലെ എല്ലാ മേഖലകളും തളിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിപ്പാൻ, ആ അനോയിൻറ്റിങ്ങിൽ ജീവിപ്പാൻ കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൃപ കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇതിങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ അവരെയൊക്കെ ഡയറക്റ്റ് ചെയ്യുക ഇതൊക്കെ കാണാനായിട്ട്. അതിൽ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫോൺ വിളിക്കുന്നവർ രാത്രി ഒരു 10 മണിക്ക് ശേഷം വിളിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഡേ ടൈമിൽ മീറ്റിങ്, ഷൂട്ടിങ്, ബാക്കി പല കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് രാത്രിയിൽ വിളിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുന്നത് നല്ലതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.